വജ്രായുധത്തെ ഇറാൻ നാമാവശേഷമാക്കി. കോടികളുടെ നഷ്ടമാണ് യുഎസിന് ഉണ്ടായത്. ഇറാനെതിരായ യുദ്ധം യുഎസിന് നേട്ടങ്ങൾ നൽകിയില്ല എന്ന് മാത്രമല്ല, വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയതും. അമേരിക്കയുടെ പല ആയുധ സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായി. എന്നിട്ടും പിന്മാറാൻ യുഎസ് തയ്യാറല്ല. ഏത് വജ്രായുധത്തെയാണ് ഇറാൻ ഇല്ലാതെയാക്കിയത്? യുഎസിനുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനെതിരായ യുദ്ധം യുഎസിന് പ്രതീക്ഷിച്ച അത്ര നേട്ടങ്ങൾ നൽകുന്നില്ല എന്ന വിലയിരുത്തലാണ് നിരവധി പ്രതിരോധ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. യുദ്ധം നീണ്ടു നിൽക്കുന്ന ഓരോ ദിവസവും അമേരിക്കയ്ക്ക് സാമ്പത്തികമായും സൈനികമായും വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തി എന്ന പ്രതിച്ഛായ നിലനിന്ന യുഎസിന് ഈ യുദ്ധം അനാവശ്യമായ ഭാരമായി മാറുകയാണെന്ന അഭിപ്രായവും ശക്തമാണ്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്ക വിന്യസിച്ച പല ആധുനിക ആയുധ സംവിധാനങ്ങളും ഇറാന് പ്രതിരോധിക്കാൻ കഴിഞ്ഞതായതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുഎസ് സൈന്യത്തിന്റെ അഭിമാന ആയുധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന MQ-9 റീപ്പർ സൈനിക ഡ്രോണുകളെയാണ് ഇറാൻ വീണ്ടും തകർത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഇറാൻ 2 US MQ-9 റിപ്പർ ഡ്രോണുകൾ കൂടി വെടിവെച്ച് തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. യുഎസ് സൈന്യം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി നിർണായക ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തയ്യാറാക്കിയ പ്രധാന സാങ്കേതിക ആയുധങ്ങളിൽ ഒന്നാണ് MQ-9 റീപ്പർ ഡ്രോൺ. എന്നാൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഇറാൻ ആകെ 11 MQ-9 റീപ്പർ ഡ്രോണുകൾ തകർത്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ അത് യുഎസിന് വലിയ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പുരോഗമനപരമായ നിരീക്ഷണവും ആക്രമണശേഷിയുമുള്ള ഡ്രോണുകളിൽ ഒന്നായാണ് ഈ സംവിധാനത്തെ അമേരിക്ക അവതരിപ്പിച്ചിരുന്നത്. ഓരോ MQ-9 റീപ്പർ ഡ്രോണിനും ഏകദേശം $30 മില്യൺ ചെലവുണ്ടെന്നാണ് വിലയിരുത്തൽ. അതിനാൽ 11 ഡ്രോണുകൾ നഷ്ടമായതിലൂടെ മാത്രം അമേരിക്കൻ ഖജനാവിന് $330 മില്യൺ നഷ്ടം സംഭവിച്ചിരിക്കാമെന്നാണ് പ്രതിരോധ നിരീക്ഷകർ കണക്കാക്കുന്നത്. യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ കൂടുതൽ വർദ്ധിക്കാൻ ഇടയുണ്ടെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇതേ MQ-9 റീപ്പർ ഡ്രോണുകൾ സ്വന്തമാക്കാൻ ഇന്ത്യയും യുഎസുമായി വലിയ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഏകദേശം $4 ബില്യൺ മൂല്യമുള്ള ഈ കരാർ യുഎസിലെ ഭരണകൂടവുമായി ഇന്ത്യ ഉറപ്പിച്ചതാണ്. എന്നാൽ ഇറാൻ പോലൊരു രാജ്യം ഈ ഡ്രോണുകളെ പലതവണ വെടിവെച്ച് തകർക്കാൻ കഴിഞ്ഞതോടെ ഈ ആയുധ സംവിധാനത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര പ്രതിരോധ വൃത്തങ്ങളിൽ ശക്തമായിരിക്കുകയാണ്. രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കും ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും കൃത്യമായ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുന്നതിനുമാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആധുനിക സെൻസറുകളും ഉയർന്ന റെസല്യൂഷൻ ക്യാമറകളും ലേസർ ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടുന്ന സംവിധാനങ്ങളാണ് ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ദീർഘനേരം വായുവിൽ നിലനിൽക്കാനുള്ള ശേഷിയാണ് ഇവയുടെ പ്രധാന ശക്തി. എന്നാൽ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾക്കെതിരെ ഇവയുടെ കാര്യക്ഷമത പരിമിതമാണെന്ന അഭിപ്രായമാണ് ചില സൈനിക വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. ആധുനിക സർഫേസ് ടു എയർ മിസൈൽ സംവിധാനങ്ങളും ശക്തമായ റഡാർ നിരീക്ഷണ സംവിധാനങ്ങളുമുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ എളുപ്പത്തിൽ ലക്ഷ്യമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മണിക്കൂറിൽ പരമാവധി ഏകദേശം 300 മൈൽ, അതായത് 482 കിലോമീറ്റർ വേഗത്തിലാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ സഞ്ചരിക്കുന്നത്. ഇത് യുദ്ധവിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണെന്നും അതിനാൽ അതിവേഗ പ്രതികരണ ശേഷിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഇവയ്ക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും വിദഗ്ധർ പറയുന്നു. ഇതിനിടെ ഇന്ത്യയും സ്വന്തമായി വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ഭേദിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ഉയർന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് MQ-9 റീപ്പർ ഡ്രോൺ കരാർ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ എത്രത്തോളം പ്രയോജനകരമാകുമെന്ന ചർച്ചകൾ ചില പ്രതിരോധ നിരീക്ഷകർ ഉയർത്തുന്നത്. 2024 ഒക്ടോബറിലാണ് 31 MQ-9B പ്രഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നതിനായി ഇന്ത്യ യുഎസുമായി കരാറിലെത്തിയത്. ഏകദേശം 32,000 കോടി രൂപയുടെ വമ്പൻ പ്രതിരോധ ഇടപാടാണിത്. കരാർ പ്രകാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് 15 ഡ്രോണുകളും ഇന്ത്യൻ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും 8 ഡ്രോണുകളും വീതവുമാണ് ലഭിക്കുക. ഇന്ത്യക്ക് ലഭിക്കുന്ന MQ-9B ഡ്രോണുകൾക്ക് 40 മണിക്കൂറിലധികം തുടർച്ചയായി വായുവിൽ നിലനിൽക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ദീർഘദൂര നിരീക്ഷണം നടത്താനും കൃത്യമായ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താനും ഇവയ്ക്ക് കഴിയും. പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന അതിർത്തി മേഖലകളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യ ഈ ഡ്രോണുകൾ വിന്യസിക്കാൻ പദ്ധതിയിടുന്നത്. കരാറിന്റെ ഭാഗമായി അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ജനറൽ അറ്റോമിക്സ് ഇന്ത്യയിൽ ഒരു സമഗ്ര മെയിൻ്റനൻസ് റിപ്പയർ ഓവർഹോൾ സംവിധാനം സ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട്.
ഇതിലൂടെ ഇന്ത്യയിൽ തന്നെ ഡ്രോണുകളുടെ പരിപാലനവും സാങ്കേതിക പിന്തുണയും ലഭ്യമാക്കാൻ കഴിയും. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 2029ഓടെ ഈ ഡ്രോണുകളുടെ വിതരണം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇറാൻ യുദ്ധത്തിലെ പുതിയ സംഭവവികാസങ്ങൾക്ക് ശേഷം ഈ ഡ്രോണുകളുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ആഗോള ചർച്ചകൾ ശക്തമായ സാഹചര്യത്തിൽ ഭാവിയിൽ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ എന്തുതരം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് ശ്രദ്ധേയമായ വിഷയമായി മാറിയിരിക്കുകയാണ്.